കണ്ണൂരിൽ MDMA-യുമായി CPIM ലോക്കൽ കമ്മിറ്റി അംഗം പിടിയിൽ. വളപട്ടണം ലോക്കൽ കമ്മിറ്റി അംഗം VK ഷമീറാണ് പിടിയിലായത്. ഇരിട്ടി കൂട്ടുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് 18 ഗ്രാം MDMA-യുമായി ഇയാളെ പോലീസ് പിടികൂടിയത്. ഷമീറിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നും പാർട്ടി CPIM അറിയിക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചേരുന്നു. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? സുഹൈലെ ഇരിട്ടി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് 18 ഗ്രാം MDMA-യുമായി ഷമീർ പിടിയിലാവുന്നത്. ഷമീറും അതോടൊപ്പം തന്നെ ഷമീറിന്റെ സുഹൃത്തായിട്ടുള്ള ഹഷീറും ആ കാറിൽ ഈ MDMA കടത്തുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ആ കാറിൽ കടത്തുകയായിരുന്ന MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. നാട്ടിലേക്ക് MDMA കടത്തുകയായിരുന്നു എന്നതാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നത്. കാറിൽ ഒരു രഹസ്യ അറ ഉണ്ടാക്കി അവിടെ 18 ഗ്രാം MDMA ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൽ പിടിയിലായ VK ഷമീർ CPIM-ന്റെ വളപട്ടണം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അവിടുത്തെ DYFIയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് ഷമീറിൽ നിന്നാണ് ഇപ്പോൾ MDMA പിടികൂടിയിട്ടുള്ളത്. ഷമീർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകകൂടി ചെയ്ത ആളാണ്. എന്തായാലും ഇപ്പോൾ ഈ പോലീസ് MDMA-യുമായി ഷമീറിനെ പിടികൂടിയ സാഹചര്യത്തിൽ CPIM ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതായും ഈ ഘട്ടത്തിൽ എന്തായാലും അറിയിക്കുന്നുണ്ട്. ഇയാളും അതോടൊപ്പം തന്നെ ഷമീറിന്റെ സുഹൃത്തും ഇത്തരത്തിൽ MDMA കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് വാഹന പരിശോധനയ്ക്കിടെയാണ് 18 ഗ്രാം MDMA-യുമായി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്നും ഷമീറും സുഹൃത്തായിട്ടുള്ള ഹഷീറും പിടിയിലായത്. ശരി, കണ്ണൂരിലെ LC അംഗമാണ് 18 ഗ്രാം MDMA-യുമായി പിടിയിലായത്. കാറിൽ പ്രത്യേകം അറയുണ്ടാക്കിയതിൽ ഒളിപ്പിച്ചായിരുന്നു MDMA കൊണ്ടുവന്നിരുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.